ഇരിക്കുന്ന വഴുത് കേൾക്കാമെന്ന സഹോദര, നീ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നീ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ആളാരാ? രണ്ടാമത്തെ ആളാരാ? നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ പെണ്ണുപിള്ള പറയണം നമ്മൾ നല്ലവനാണെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ 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 ഇതിപ്പോ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം, കയ്യും കെട്ടി വലിയ മഹാനെ പോലെ ഇരിക്കുന്നല്ലോ. നിന്റെ പെണ്ണുപിള്ള പറയോ നീ നല്ലവനാണെന്ന്? ഓള് ലോകത്താരെ കുറിച്ച് നല്ലത് പറഞ്ഞാലും നിന്നെ കുറിച്ച് പറയൂല. കാരണം നിന്റെ എല്ലാ തരികടയും ഓക്കറിയാം. നീ വലിയ ആളാ, ഇവിടത്തെ വലിയ ആളാ, പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ നമ്മളൊക്കെ എല്ലാവരും കമ്മിറ്റിക്കാരൊക്കെ ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി ഇങ്ങനെ കിടപ്പുറയിൽ ആമിനയുടെ കൂടെ കിടക്കുമ്പോ ചുമ്മാതെ ഒന്ന് ചോദിക്കണം, ആമിന സിറാജ് പറഞ്ഞത് നീ കേട്ടായിരുന്നോ? ഇന്ന് വയല് പറഞ്ഞ ഉസ്താദ് പറഞ്ഞത് കേട്ടോ? എടി ഞാൻ മരിച്ച നീ എന്നെ കുറിച്ച് നല്ലത് പറയോ? ഓളുടെ മറുപടി നീ കേൾക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ പറയാനാ കാക്ക? എടാ, ഓരോ ഭർത്താക്കന്മാരും വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് പറയും, ഉസ്താദ് പറഞ്ഞത് കേട്ടോടി, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയുന്ന വാചകമാ, ഏ പെണ്ണെ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. എന്റെ മൂക്കിന്റെ അകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന നീ ഇങ്ങനെ തുടച്ചെടുക്കണോടി. ഭർത്താവ് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. എനിക്ക് അത്രയ്ക്കും പവറാ. ഭാര്യയോട് പറയുന്നു, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ആരാ പറയുന്നത്? കഞ്ചാവ് അടിച്ചിട്ട് ഓടെ കിടക്കുന്നവൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാത്തവനാ പെണ്ണുമ്പള്ളി എടുത്ത് പോയിട്ട് സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം നീ നന്നാകും. നിങ്ങളുടെ നാട്ടുകാര് നീ മഹാനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൂടെ കിടക്കുന്നവിടെ പറയട്ടെ നീ നല്ലവനാണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. താത്താമാർക്ക് എഴുന്നേറ്റ് നിന്നൊന്ന് കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടാ. സഹോദരിമാർക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട്. കാരണം സാധാരണ വഴുതു പറയുന്ന ഉസ്താദന്മാരൊക്കെ പെണ്ണുങ്ങളെ കുറ്റവാ പറയാറ്. ആദ്യമായിട്ട് അല്ല ഒരു ചങ്ങാതി ഞങ്ങൾക്ക് വേണ്ടി വഴുതു പറയണേ. ഇല്ലേ താത്താമാരെ, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. കാരണം നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയി കിടക്കണം. ഞാൻ പണ്ട് വഴുതു പറയുന്ന സമയത്ത് പഠിച്ചിറങ്ങിയിട്ട് ഞാനൊരിക്കൽ 9 കൊല്ലം കണ്ടായി. ഞാനൊരിക്കൽ വഴുതു പറഞ്ഞപ്പോ പറഞ്ഞു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചു. ഇപ്പൊ 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ 10-29 കേസുണ്ട്. അതാണ് അവസ്ഥ. പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അകത്ത് കയറി കിടക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പൊന്നാര ചങ്ങാതി, നാട്ടുകാർ മുഴുവനും നീ നല്ലവനാന്ന് പറയണ്ട. ഓളോട് പോയി ചോദിക്കുക, നീ നല്ലവനാണോ? ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ നല്ലത് പറയണം. അതിന് നീ നല്ലവനായിരിക്കണം. ചുമ്മാതെ പറയൂ. ഓള് നിന്നെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നീ നല്ലവനായിരിക്കണം. അവൾ ആദരിക്കണം, അവളെ ബഹുമാനിക്കണം. അവൾക്ക് കൊടുക്കേണ്ട സ്ഥാനം, ഭാര്യക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. നീ അവൾക്ക് ആവശ്യമുള്ളത് എന്താണ് നീ വാങ്ങിച്ചു കൊടുക്കണം. അല്ലാതെ എങ്ങനെ പെണ്ണും കെട്ടി നടന്നാ പോരാ. ഇവിടെ 3-4 പെണ്ണ് കെട്ട ഒരു ഭർത്താവിന്, ഒരു ആണിന് 4 പെണ്ണ് കെട്ട. 4 പെണ്ണ് കെട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ 4 പഞ്ചായത്തിൽ പോയി കെട്ടലല്ല. 4 വിവാഹം കഴിക്കാനുള്ള അനുവാദമൊക്കെ ദീൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ 4 വിവാഹം കഴിക്കുമ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? 1 നാട്ടുകാരും മഹല്ലും കുടുംബക്കാരും അറിഞ്ഞ് 1 കെട്ടും. എന്നിട്ട് ആരും അറിയാതെ എവിടെയെങ്കിലും പോയി ഒരെണ്ണത്തിനെ കെട്ടിയിട്ട് ഒരു വാടക വീട് എടുത്തു കൊടുത്തിട്ട് പറയും, അണ്ണാച്ചി വരുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വരാന്ന്. ആ പരിപാടി ദീനിലില്ല. അങ്ങനെ വിവാഹം കഴിക്കാൻ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടില്ല. എടോ, നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്റെ 1ാമത്തെ ഭാര്യയെ നീ എങ്ങനെ കാണുന്നോ അതേപോലെ 2ാമത്തെ ഭാര്യയും കാണണം. അവര് 2 പേരെയും ഒരേപോലെ കാണാൻ നിന്നെ കൊണ്ട് കഴിയണം. വേർതിരിവ് കാണിച്ച നീ രക്ഷപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് ആവശ്യം എന്താ കൊടുക്ക്, വേണ്ടതൊക്കെ കൊടു. പടച്ചോനെ, വഴുതു പറയുന്നത് അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വഴുതു പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, കേൾക്കുന്നവർക്ക് കാപ്പി കുടിക്ക്. അല്ലാഹു ഹൗദുൽ കൗസർ നൽകുമാറാകട്ടെ. ബക്കറ്റ് പിന്നെടുക്കാം. ബക്കറ്റ് എടുത്താൽ ഓടുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട്
ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നവരുണ്ട്. വഅദ് കേൾക്കുന്നവർക്ക് ചുക്ക് കാപ്പി, വഅദ് പറയുന്ന ആൾക്ക് ചൂടുവെള്ളം, കുഴപ്പമില്ല. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു എനിക്ക് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിനെ കുറിച്ച് ഭാര്യ നല്ലത് പറയണമെങ്കിൽ നീ നല്ലവനാകണം. നിന്റെ ഭാര്യക്ക് ആവശ്യപ്പെട്ടത് എന്താണോ, അർഹതപ്പെട്ടത് എന്താണോ നീ കൊടുക്കുക. ചെലവിന് പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ. ആ ചെലവിന് പോലും കൊടുക്കാത്തത് കൊണ്ടല്ലേ ഭാര്യ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് അനുവാദമില്ലാതെ പൈസ എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ? ഭർത്താവിന്റെ അനുവാദമില്ലാതെ പൈസ എടുക്കാറില്ലേ ഭാര്യമാര്? അങ്ങനെ എടുക്കാൻ പാടുണ്ടോ? അത്താമാര് അങ്ങനെ പൈസ എടുക്കാൻ പാടുണ്ടോ? ഉണ്ടോ? അപ്പൊ ഭർത്താവിന്റെ പ്രസിഡന്റ്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പൈസ എടുക്കാൻ പാടുണ്ടോ ഭാര്യ? ഉണ്ടോ? ഇല്ല, അവസ്ഥാമാരൊക്കെ ഇരിക്കുന്നുണ്ട്. എടുക്കാൻ പാടുണ്ടോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളൊക്കെ തന്നെ, പക്ഷെ എനിക്ക് ചെലവിന് തരാറില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാതെ പൈസ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കാൻ പാടുണ്ടോ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞ മറുപടി, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ മഹാനായി നബി റസൂലുള്ളാഹി ആവശ്യമുള്ളത് എടുത്തുകൊള്ളാനാ പറഞ്ഞത്. അപ്പൊ ഏത് ഭർത്താവ് എടുക്കാൻ പറ്റുന്ന ആർക്കാ? നിനക്ക് അർഹതപ്പെട്ടത് പോലും തരുന്നില്ല, നിനക്ക് അവകാശപ്പെട്ടത് പോലും വസ്ത്രം വാങ്ങി തരുന്നില്ല, ഭക്ഷണം വാങ്ങി തരുന്നില്ല, നിനക്ക് ആവശ്യമുള്ളത് പോലും തരാതെ വരുന്ന ഭർത്താവിന്റെ അടുക്കൽ നിന്നാ ചോദിക്കാൻ എടുക്കാൻ പറയുന്നു. അത് തീങ്ങാനിലാക്കിയേക്കരുത്. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നല്ലവനായിരുന്നാൽ നിന്റെ രഹസ്യവും നിന്റെ പരസ്യവും നിന്റെ ഭാര്യയ്ക്കറിയാം. അവൾക്കെല്ലാം അറിയാം, നിന്റെ എല്ലാ സ്വഭാവവും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കറിയാം. ആ ഭാര്യ പറയണം, എന്റെ ഇക്ക 1000 നാവായിരിക്കണം. മരണപ്പെട്ടു പോയ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്നും പല ഭാര്യമാര് കരയാറുണ്ട്. അവർക്ക് തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ 1000 നാവാ. എന്തൊരു വല്ലാത്ത സ്നേഹം, വല്ലാത്ത ഒരു ബഹുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ നല്ലത് പറഞ്ഞാൽ ആ ഭർത്താവിന് സ്വർഗമുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പള്ളിയുടെ പണിയെല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം വേണം. ആ സ്ഥാപനം വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്പം സ്ഥലം വേണമല്ലോ. ഈ വഅദ് പറയുന്ന മജ്ലിസ് പടച്ചവനെ ഇരിക്കുന്ന സ്ഥലം ഒരു മദ്രസ പണിയാണ്, ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനം പണിയാൻ. പടച്ചവനെ, ഈ വസ്തു വാങ്ങണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളും വെറുതെ കൊടുക്കണ്ട. കൊടുത്തെന്ന് പറഞ്ഞ് നിനക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ല. അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരു 10 രൂപ എടുത്ത് നീ ബക്കറ്റിന്റെ അകത്തിട്ടാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നറിയോ? സ്വദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. മാരകമായ രോഗങ്ങള്, അറുത്തു മുറിക്കുന്ന രോഗങ്ങള്. എനിക്ക് മുമ്പ് പ്രസംഗം നടത്തിയ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ കേട്ടവരാണ്. പടച്ചവനെ, ക്യാൻസർ രോഗം പിടിച്ചവർ, പടച്ചവനെ, കിഡ്നി രോഗം പോകണമെന്നവർ, അവരുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ വേദന സഹിക്കാൻ കഴിയാതെ പടച്ചവനെ, ഇസ്തിരിയത, ചൂടുള്ള ഇസ്തിരി എടുത്തിട്ട് തന്റെ ശരീരത്തിൽ വെച്ചാലോ എന്ന അവസ്ഥ ചിന്തിച്ചു പോകുന്ന അവസ്ഥ എന്തൊരു വേദനയാണെന്നറിയോ? ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു കീമോ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് പടച്ചവനെ വന്നവർക്കേ അറിയൂ സഹോദരാ. എത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും എല്ലാം പോവുകയാണ്, സമ്പാദ്യം മുഴുവനും പോവുകയാണ്. പടച്ചവനെ, വാഹനം പോകുന്നു, സമ്പത്ത് പോകുന്നു. എന്റെ സഹോദരാ, അതിന്റെ പ്രയാസം എന്താണെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ പലർക്കും അറിയല്ലോ. എന്തിനാ നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ശിഹാബ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ വഅദ് പറയുന്ന സദസ്സിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. സമയം കിട്ടുമെങ്കിൽ അറിയുമെങ്കിലും ഒന്ന് ചോദിക്കും നിങ്ങള്, ആ വേദന എന്താണെന്ന്, ആ പ്രയാസം എന്താണെന്ന്. എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാണെന്നറിയോ? പക്ഷേ ദുആ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പടച്ചവനെ, ആ ഖുർആൻ ഓതിയിട്ടുള്ള ദുആ ഉണ്ടല്ലോ, ഓരോ വർഷവും റമളാൻ മാസം മുഴുവനും പരിശുദ്ധമായ പള്ളികളിൽ അവിടെ ഇമാമത്ത് നിന്നിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോ എന്റെ സഹോദരാ, വല്ലാത്ത വേദനയാണ്.
എന്തൊരു പ്രയാസമാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സദഖ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവർക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമടോ. അതുകൊണ്ടാ പെങ്ങളെ ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കുമ്പോ പള്ളിക്ക് കൊടുക്കുന്നത്, പാപങ്ങൾക്ക് കൊടുക്കുന്നത്, സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത് എന്തിനാ മോളെ? രക്ഷപ്പെടാനല്ലേ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവോട് പറയണം, ഏതെങ്കിലും മാരകമായ അറുത്തുമുറിക്കുന്ന രോഗങ്ങളുടെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ. എന്നെ അറുത്തു മുറിക്കല്ലേ അല്ലാ. എന്റെ കൈകാലുകളെ മുറിച്ചു മാറ്റല്ലേ അല്ലാ. പടച്ചവനെ, ആ വേദന സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്താൻ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാ. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവെക്കടോ. അല്ലാഹു തന്നതിൽ നമ്മൊരൽപ്പമെടുക്ക്, അല്ലാഹു തന്നതിൽ നമ്മൊരൽപ്പമെടുക്ക്. ഒരിക്കലും നഷ്ടമാകില്ല ചെറുപ്പക്കാരാ. എത്രയോ പൈസ വെറുതെ കളയുന്നടാ പൊന്നുപോര്. ഇത് നിനക്ക് പ്രയോജനമാണ്, ഇത് നിനക്ക് ആഖിറത്തിൽ രക്ഷയുള്ളതാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹുവേ, ഈ സദഖ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരവരുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല സദഖ. അല്ലാഹുവേ, ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ ഏതെങ്കിലും ഒരു മാരകമായ രോഗം അതിന്റെ അണുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, ഞാൻ കൊടുക്കുന്ന ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ ഒരു പനിയാക്കി മാറ്റണം, നീ കരിച്ചു കളയണം, എന്നെ അറുത്തു മുറിക്കല്ലേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന നല്ല ഒരു നിയത്തോടെ ഒരു സദഖ എടുക്ക്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ, ബക്കറ്റ് എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു ഒരാളെ ഉള്ള നമ്മുടെ ചങ്ങാതിയാണല്ലോ. ബക്കറ്റ് കൊണ്ടുപോകുന്ന ആൾക്ക് നാണം പാടില്ല, ലജ്ജ ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കൈവച്ച് കൊടുക്കുക. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഒരു ഭർത്താവിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, അയാളുടെ ഭാര്യ പറയണം അല്ലാഹുവിന്റെ മുമ്പിൽ നല്ലവനാണെന്ന്. ഇനി പെണ്ണിന് പോകണമെങ്കിലോ, ഇനി സഹോദരിമാർക്ക് പോകണമെങ്കിലോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കും സ്വർഗം വേണമല്ലോ, നിനക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലേ പെങ്ങള്? എങ്കിലും നിന്നെ കുറിച്ച് പറയേണ്ടത് ആരെന്നറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിളച്ചവരെയതാ നബി തങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കടോ. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും മടങ്ങി വരികയാണ്. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ആ യുദ്ധത്തിന് പോയപ്പോൾ
നബി തങ്ങളുടെ കൂടെ ആയിഷ ബീവിയും പോയിരുന്നു. പടച്ചവനെ, യാത്രയാണല്ലോ, ഒരുപാട് ദൂരമാണല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അതുകൊണ്ട് ഒരു സ്ഥലത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിൽക്കു സഹാബ, യാത്രയവിടെ നിർത്തുകയാ, യാത്രയവിടെ നിർത്തുകയാ. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, നിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോകാൻ. അങ്ങനെ ആയിഷ ബീവി ഇറങ്ങിപ്പോയടോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി. അവസാനമെല്ലാം കഴിഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മടങ്ങി വന്നു. പടച്ചവനെ, വാഹനത്തിലേക്ക് കയറുകയാണ്, തന്റെ കട്ടിലിലേക്ക് കയറുകയാണ്. ആയിഷ ബീവി കയറുന്നതിന് വിധങ്ങൾ കണ്ടു, സഹാബത്തിൽ പലരും കണ്ടു. പടച്ചവനെ, ആയിഷ ബീവി കയറി കഴിഞ്ഞപ്പോ അല്ലാഹുവേ, ആണുങ്ങൾ മുഴുവനും കടന്നു പോവുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആയിഷ ബീവിക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല, തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. ആയിഷ ബീവി പുറത്തു നോക്കി, നബി തങ്ങളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി നോക്കുമ്പോ നബി തങ്ങളെ കാണുന്നില്ല, പല ആണുങ്ങളെ കാണുന്നില്ല. ആയിഷ ബീവി വിചാരിച്ചു ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാ. അതുകൊണ്ട് ആരോടും പറയാതെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി പോവുകയാ. പടച്ചറപ്പേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി പോകുന്നത് ഒരാളും കണ്ടില്ലടോ. ആയിഷ മാല തിരഞ്ഞു പോവുകയാണ്. സഹാബത്ത് വന്നു, നബി തങ്ങൾ വന്നു, എല്ലാവരും വന്നു കഴിഞ്ഞപ്പോ ആയിഷ ബീവി ഉണ്ടോ എന്ന് നോക്കിയില്ല. കാരണം ആയിഷ കേറുന്നത് കണ്ടതാണല്ലോ, അതുകൊണ്ട് ഒരാളും ശ്രദ്ധിച്ചില്ല. അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. നബി തങ്ങളും സഹാബത്തും പോയടോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് ഓടി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും കാണുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷയിരുന്ന് കരയുകയാണ്. ആരുമില്ലാത്ത വഴിയോരത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. പ്രായം കുറഞ്ഞവളാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, അവിടുന്ന് കുതിരപ്പുറത്ത് വരികയാണ്. ഏറ്റവും പുറകിലാണ് വരുന്നത്. കാരണം എന്തെന്നറിയോ? എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, എന്തെങ്കിലും വീണു പോയാ എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി പ്രവാചകന് പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാ. ആ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി നോക്കുമ്പോ വഴിയോരത്തൊരു പെണ്ണിരുന്ന് കരയുകയാ. പടച്ചവനെ, ഹിജാബ് ധരിച്ച ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ, എന്തിനാ കരയുന്നത്? ഈ വഴിയോരത്തിരുന്ന് കരയുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മഹദി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണെന്ന് പറയുമ്പോ, ആയിഷയാണെന്ന് പറയുമ്പോ സഫ്വാൻ തങ്ങൾ പറയുകയാ, ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയോ ചാടിയിറങ്ങുകയാണ്, ചാടിയിറങ്ങുകയാണ്. കേറുമ്മ, ഈ വാഹനത്തിൽ
വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, ഈ സഫ്വാന് കയറും പിടിച്ച് മുമ്പിൽ നടക്കാമുമ്മ. പടച്ചവനെ വേറെ വഴിയില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കേറുകയാണ്. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി മുമ്പിൽ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ഒരുപാട് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്, ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. ആയിഷാനെ കാണുന്നില്ല, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയെ കാണുന്നില്ല. വലിയ പ്രയാസമായടോ. എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ എല്ലാവരും നബി തങ്ങളുടെ ചാരത്ത് ഒരുമിച്ച് നിൽക്കുമ്പോ അതാ വരുന്നു ആയിഷ. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നടന്നു വരികയാണ്. ആയിഷ ബീബി അതാ ഒട്ടകുതിരയുടെ മുകളിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ആയിഷ ബീബി നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. സമാധാനമായി, എല്ലാവർക്കും സമാധാനമായി. അങ്ങനെ യാത്ര തുടങ്ങുമ്പോ അതാ യാത്രയിൽ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഇടയിൽ മുനാഫിഖീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവൻ ഉണ്ടായിരുന്നു. അവന് നബി തങ്ങളെ ഇഷ്ടമല്ല, നബി തങ്ങളെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. പടച്ചവനെ അവൻ എങ്ങനെയും നാണം കെടുത്താൻ നോക്കുന്നവനാണ്. അവൻ പറഞ്ഞു തുടങ്ങി, രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ചു വന്നവരാണ്, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീബിയെ കുറിച്ച് വ്യഭിചാരോപണം തുടങ്ങുകയാ. മദീന മുഴുവനും പടരുകയാണ്, മദീന മുഴുവനും പടരുകയാണ്. ആയിഷ ബീബിയെ കുറിച്ച്, സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയെ കുറിച്ച് അവിടുന്ന് വ്യഭിചാരത്തിന്റെ ആരോപണം നടക്കുമ്പോ കേട്ടവർ വിശ്വസിക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയുവോ? പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ പോയവരാ, ശത്രുക്കളല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചടോ. ആയിഷ ബീബിയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച ചെയ്യുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുകയാണ്, പടച്ചവനെ നബി തങ്ങൾക്ക് സങ്കടമായിടോ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. ആയിഷയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അവസാനം നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയുവോ? പള്ളിയുടെ മിമ്പറിലേക്ക് കയറുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിക്കുകയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ ആയിഷാനെ എനിക്കറിയാം. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാൽ എന്റെ ആയിഷാനെ എനിക്കറിയാം. ഒരു നാട് മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അവിടുന്ന് പടച്ചവനെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ അപവാദം പറയുമ്പോ ഭർത്താവായ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഒരു ഭാര്യയെ കുറിച്ച് നാട്ടുകാർ മുഴുവനും പടച്ചവനെ അപവാദം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവ് പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. നബി തങ്ങൾ പറയുകയാ, മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എന്റെ ആയിഷാരെ
എനിക്കറിയാ, എന്റെ ആയിഷാനെ എനിക്കറിയാ. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല മോശമായ ഒരു പ്രവർത്തനം എന്റെ ആയിഷ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ആയിഷ നല്ലവളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാര് പറയുമോ? പെങ്ങള്, ഇതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാര് പടച്ചവനെ സ്വാലിഹത്തായ ഒരു ഭാര്യ ഉസ്താദ്, ഇവളെ പോലെ ഒരു നല്ലവളെ എന്റെ റബ്ബനിക്ക് തന്നല്ലോ. അവിടെ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്, എനിക്ക് സമാധാനമുണ്ടായത്. എന്നെ കൊണ്ട് നന്മകളെ ചെയ്യിപ്പിച്ചത് അവളാ ഉസ്താദ്. എന്നെ കുറിച്ച് ചോദിച്ചാ നിന്റെ ഭർത്താവ് പറയണം പെണ്ണ്, പറയുമോ പെങ്ങള്, പറയുമോ പെങ്ങള്? അതുകൊണ്ട് ഭർത്താവിന്റെ പൊരുത്തമാണ് വേണ്ടത് പെങ്ങള്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ രക്ഷപ്പെടാതെ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, കുത്തുവാക്ക് പറയരുത്, പരിഹസിക്കരുത്. ആദരിക്കണം പെങ്ങള്, ഭർത്താവിനെ ബഹുമാനിക്കണം പെങ്ങള്. പരസ്പരം പൊരുത്തമില്ലാതെ രക്ഷപ്പെടാതെ കഴിയില്ല സഹോദരാ. അതുകൊണ്ട് അഭിനയമൊക്കെ അവസാനിപ്പിക്കൂ, എന്നിട്ട് ജീവിക്കാൻ പഠിക്കൂ. കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താണ്, അതിന്റെ പവിത്രത എന്താണ്, അതിന്റെ സ്ഥാനം എന്താണ്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് പഠിക്കൂ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാ, മക്കളെ, വെറുതെ കല്യാണം കഴിക്കാൻ ഓടി നടന്നാ പോരാ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പടച്ചവനെ കടിച്ചാൽ അതിലൂടെ നിനക്ക് റബ്ബ് തരുന്ന നേട്ടം എന്താണെന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ. കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയുമോ മോനെ? അല്ലാഹുവേ, കുടുംബ ജീവിതത്തിന്റെ മഹത്വം പഠിക്കണേ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പാപം പൊറുക്കുന്ന കാര്യമാ. പാപം പൊറുക്കണോ ചെറുപ്പക്കാരാ? നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നാട്ടുകാരെ കാണാറില്ല, മക്കളെ കാണാറില്ല. അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ ഒന്ന് സ്നേഹത്തോടെ പിടിച്ചാ അവര് രണ്ടുപേരും ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാപം പൊറുക്കും ചെറുപ്പക്കാരാ. ഇന്ന് ലോകത്ത് സമാധാനമില്ലടോ, ഇന്ന് ലോകത്ത് സമാധാനമില്ലടോ. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വിവാഹം കഴിച്ചാ അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവിടെന്ന് പറയുകയാ, സമാധാനം കിട്ടുമടോ വിവാഹം കഴിച്ചാൽ? ബർക്കത്തുണ്ടാകും സഹോദരാ, വിവാഹം കഴിച്ചാ ബർക്കത്തുണ്ടാകുമടോ. ദീന് പൂർത്തിയാവുകയാണ്, ദീന് പൂർത്തിയാവുകയാണ്. അതുമാത്രമല്ല പെങ്ങള്, ഭർത്താവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണേ പെണ്ണേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാണ്, ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കണേ. വെറുതെയാകില്ല, വെറുതെയാകില്ല. ആ പുഞ്ചിരിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? 3 കഷ്ടം വെള്ളത്തുണിയുടെ അടിയിൽ കിടക്കുന്ന ഒരു ദിവസം വരുമല്ലോ. അല്ലാഹുവേ, ചിരിക്കണ്ടേ ബാപ്പാ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന വാപ്പാ,
ഭർത്താവിന്റെ മുഖത്ത് നോക്കി സന്തോഷിപ്പിക്കുന്ന പെങ്ങള്, മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ മുഖത്താ സന്തോഷം കാണാ. എന്ത് ചെയ്താലും കൂലിയാണ്, എന്ത് ചെയ്താലും കൂലിയാ. പെങ്ങളെ, നീ വീട്ടിൽ എന്ത് ജോലി ചെയ്താലും നിനക്ക് പ്രതിഫലവാ. ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതിന് പോലും കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അഭിനയമൊക്കെ അവസാനിപ്പിക്ക്, എന്നിട്ട് സ്നേഹിക്ക്, ആദരിക്ക്, ബഹുമാനിക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തത്തോടുകൂടി ജീവിക്ക്. എന്നിട്ട് അവസാനം ലോകത്ത് നിന്ന് വിട പറയുമ്പോ പരസ്പരം പൊരുത്തത്തോടുകൂടി യാത്ര പറഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? യാസീൻ ഓതാറുണ്ടല്ലോ, യാസീൻ ഓതാറുണ്ടല്ലോ. വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു കുടുംബം കാണാം. അവിടെ ഒരു ഭാര്യയും തന്റെ ഭർത്താവും കൂടെ തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് അവര് ചാരുകസേരയിലിരുന്ന് ആസ്വദിക്കുകയാ, അവര് ചാരുകസേരയിലിരുന്ന് സുഖിക്കുകയാ. ഖിദ്മത്ത് ചെയ്യാ ഹൂറുല്ലീങ്ങളുണ്ട്. പടച്ചവനെ, മലക്കുകൾ പറയുന്നു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. സ്വർഗത്തിൽ കാണുന്നവന് മുഴുവനും അവരോട് സലാം പറയുകയാ. മലക്കുകൾ സലാം പറയുന്നു, മലക്കുകൾ സലാം പറയുന്നു, ജനങ്ങൾ സലാം പറയുന്നു. ആ കുടുംബം ഏതെന്നറിയോ? അന്ന് ചോദിക്കും, പെണ്ണേ, നിങ്ങൾ ദുനിയാവിലും ഒരുമിച്ചാണല്ലോ, സ്വർഗത്തിലും ഒരുമിച്ചാണല്ലോ. അല്ലാഹു എങ്ങനെയാണ് ഈ പ്രതിഫലം നിങ്ങൾക്ക് നൽകിയത്? നിങ്ങൾ ഇവിടെയും ഒരുമിക്കാനുള്ള കാരണമെന്താ? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് ജനങ്ങൾ ചോദിക്കുമ്പോ പറയാൻ കഴിയണം സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മനസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള്, സഹോദരാ, നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചു നിന്റെ കൂടെ നടക്കുന്ന ഭാര്യയാണ്. പെണ്ണേ, നിന്റെ ഭർത്താവ് പറയണം, ഇവിടെ നല്ലവളാ, അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് സാക്ഷി പറഞ്ഞിട്ട് നിനക്ക് സ്വർഗം വാങ്ങിത്തരണം പെങ്ങള്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആക്കി തരണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. രണ്ടാമത്തെ വിഭാഗം ഭാര്യയും ഭർത്താവുമാണ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സമയം 10:45 നിർത്താറായില്ലേ? നല്ല തണുപ്പില്ലേ? നല്ല തണുപ്പില്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നാളെയും വഴുതുണ്ട്. കാലാവസ്ഥ നമുക്ക് അത്ര നല്ലതല്ലല്ലോ. തണുപ്പൊക്കെ കയറി കഴിഞ്ഞാൽ നാളെയും കണ്ണൂരാണ് പരിപാടി, അത് കഴിഞ്ഞ് ഭീമാപള്ളിയിലാണ്. അപ്പൊ ഇങ്ങനെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് സംഘാടകരോട് എനിക്ക് സുഖമില്ല, വരില്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം വലുതാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാവരെയും കാണുവാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളിയാകുവാനും അൽഹംദുലില്ലാഹ് വന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലൊക്കെ വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ദുആ ചെയ്തൂടെ? അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റിട്ട് എന്റെ മുമ്പിൽ വരിക. ആ ഇരിക്കണവരൊക്കെ താഴെ വരിക. ദുആ ചെയ്യാൻ പോവാ. ഇനി അവിടെ ഇല്ല, വാ ഇറങ്ങിക്കോ. കസേര എടുത്തിട്ട് വാ, കസേര എടുത്തിട്ട് വാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇറങ്ങിക്കുക, ദുആ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് എല്ലാവരും താഴെ വാ. ഇൻഷാ അല്ലാഹ് ഇനി ദുആഇന്റെ സമയം വന്നു. അടുത്തടുത്തിരിക്കുക. എനിക്ക് കൊറോണ ഒന്നും ഇല്ലടോ, ചെറിയ ജലദോഷം ബുദ്ധിമുട്ടേ ഉള്ളൂ.
ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും മൈക്ക് സെറ്റുകാരൻ എന്താ മൈക്ക് സെറ്റുകാരന്മാരൊക്കെ ഞാനും ഇരിക്കട്ടോ, കാല് വേദന എടുക്കും. എല്ലാവരും അൽഹംദുലില്ലാഹ്. ഈ നിൽക്കണ ചങ്ങായിമാരൊക്കെ സ്വർഗ്ഗമൊന്നും വേണ്ട, ഈ നടന്നാ മതിയോ? ഈ നിൽക്കണ ചങ്ങായിമാരൊക്കെ ഒന്ന് താഴെ ഇറങ്ങിക്ക്. എടാ മക്കളെ അവിടെ നിന്ന് ചാടല്ലേ, ഈ മൈക്ക് സെറ്റും താഴ്ത്തി വെച്ചാൽ സ്റ്റാൻഡ് വെച്ച് എല്ലാവരും ഇറങ്ങിക്കോ. അൽഹംദുലില്ലാഹ്. ഈ റോഡിൽ നിൽക്കണ ചങ്ങായിമാരെല്ലാവരും ഇറങ്ങിക്കോ. എത്രയും നേരം ഇറങ്ങാൻ പറഞ്ഞില്ല. ഇനി ദുആഇന്റെ സമയം, ഇനിയാണ് ഏറ്റവും വിലപ്പെട്ട സമയം. ആ ദുആ ചെയ്യുന്ന സമയം നിനക്ക് സ്വർഗ്ഗത്തിൽ ഇരിക്കാൻ വയ്യെങ്കിൽ വണ്ടി എടുത്തോണ്ട് പൊക്കോ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. പള്ളി നിൽക്കണ ചങ്ങാതി പള്ളി അവിടെ തന്നെ കാണും. ഇന്നും കൂടെ അല്ലേ വഴുതുള്ളൂ. നാളെ ഉഷാദ് വാക്ക വിസാദുണ്ട്. എല്ലാവരും ഇറങ്ങിക്കോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും താഴെ ഇറങ്ങിക്കോ. കഴിഞ്ഞു, ഇനി നിൽക്കരുത്, ഇനി അവിടെ നിൽക്കരുത്. കാരണം ഒന്നുകിൽ നിങ്ങൾ സ്വർഗത്തിൽ വന്നിരുന്ന് ആമീൻ പറയും, അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പൊക്കോ. നീ വലിയ മഹാനാണെന്നൊന്നും അള്ളാഹിക്ക് അറിയില്ലല്ലോ. എല്ലാവരും അവർ അഹങ്കാരം ഒരൽപ്പം പോലും മനസ്സിലുണ്ടാകാൻ പാടില്ല. എല്ലാവരും ഇറങ്ങും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പുറത്തേക്കാണ് എല്ലാവരും കയറിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചുക്കാപ്പിയൊക്കെ കുടിച്ചതല്ലേ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങൾ, അൽഹംദുലില്ലാഹ്. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നിങ്ങൾ എന്താ നിൽക്കണേ? എല്ലാവരും സ്റ്റേജിൽ, എല്ലാവരും അങ്ങോട്ട് കയറി സ്റ്റേജിൽ. അവിടെ നിൽക്കരുത്. നിങ്ങൾ ഒന്നി സദസ്സിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ താഴെ പോയിരിക്കുക. പ്രായമുള്ളവർ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടിരിക്കുന്നു. അവർക്ക് അല്ലാഹുവിനോട് പറയാൻ ഉദറുണ്ട്, നമുക്ക് ഉദറില്ല. ഈ പുറത്ത് നിൽക്കുന്നവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എവിടെ പോകണമെന്നാ? സ്വർഗത്തിൽ പോകണം. റോഡിൽ നിൽക്കുന്നവന്റെ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്ന്. എടാ ചങ്ങാതി, കണ്ണിന്റെ മുമ്പിൽ കണ്ടിട്ട് കയറുന്നില്ല, ഇനി ആ സ്വർഗത്തിൽ പോകുന്നേ. കണ്ണിന്റെ മുമ്പിൽ അള്ളാഹു സ്വർഗം കാണിച്ചു തന്നിട്ട് ആ സ്വർഗത്തിൽ കയറാതെ വയല് കേൾക്കാൻ വന്നില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല. എനിക്ക് സിറാജിന്റെ വയൽ ഇഷ്ടമല്ല, അള്ളാഹ് പോയില്ല, അള്ളാഹ് ശിക്ഷ ഉണ്ടോ? ഇല്ല. പക്ഷെ വയല് പറയുന്ന മജ്ലിസിന്റെ പുറത്ത് വന്നിട്ട് സ്വർഗത്തിൽ കയറാതെ പുറത്ത് നിന്ന അതിന് കണക്ക് പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, പള്ളിയൊക്കെ പണിതു മനോഹരമായി. ഇടോ, പള്ളി പണിയുന്നതിൽ കാര്യമൊന്നുമില്ല. മനോഹരമായ രീതിയിൽ പള്ളിയൊക്കെ പണിതു. പക്ഷെ പള്ളിയാകുന്നത് എപ്പോഴാണ്? ഇനി നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ആ പള്ളിക്കകത്ത് ഇബാദത്ത് ചെയ്യുമ്പോഴാ പള്ളിയാകുന്നത്. അള്ളാഹുവിന്റെ ഭവനം അത് അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ പള്ളിയിൽ ചെന്ന് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്, പ്രതിഫലമുണ്ടാകുന്നത്. അതുകൊണ്ട് ഇബാദത്ത് കൊണ്ട് പള്ളി അലങ്കരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, ബഹുമാനായ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആരാണ് തീരുമാനമെടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഏറ്റവും നല്ല ഒരു തീരുമാനം. ആരാണതിന് പറയാൻ കാരണക്കാരെന്നറിയില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണമെന്നുള്ള വലിയ ആഗ്രഹം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ചെറുതായി കാണേണ്ട ഒരു കാര്യമല്ല, അത് വലിയൊരു ഭാഗ്യമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആരാ ഒരു ഹാഫിള് എന്ന് പറഞ്ഞാൽ? ആരാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾക്കൊരു സൂറത്ത് അറിയോ ചങ്ങാതി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കാൻ എത്ര പ്രയാസപ്പെടുന്നവരോ. എടോ, നിങ്ങൾക്കൊരു ഹാഫിള് എന്ന് പറഞ്ഞാൽ ആരോ? നിങ്ങളുടെ പള്ളിയിലെ ഖതീബിന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒതുവെടുക്കണമെന്നാണ്. നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന്റെ ശരീരം, ഹാഫിളാണല്ലോ ഉസ്താദ്, ആ ഹാഫിളായ ഒരാളുടെ ഖുർആൻ പഠിച്ച ഒരാളുടെ ശരീരത്ത് തൊടണമെങ്കിൽ മുഫസ്സിരീങ്ങളായ മഹത്തുക്കളായ തസൂഫിന്റെ പണ്ഡിതന്മാര് പറയുന്നത് തൊടണമെങ്കിൽ ഒതുവെടുക്കണം. ആരെ? ഒരു ഹാഫിളിനെ. അള്ളാന്റെ ഖുർആൻ പഠിച്ച ഒരാളെ തൊടണമെങ്കിൽ ഒതുവെടുക്കണം. അതാണ് ഹാഫിള്. എല്ലാവർക്കും ഹാഫിളാകാൻ കഴിയില്ല. അതിന് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ എത്രയോ പണ്ഡിതന്മാരെ കാണുന്നു, എല്ലാവരും ഹാഫിളാകണമെന്നില്ല.
ഹാഫിളീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ ഖബറടക്കുമ്പോൾ നബിതങ്ങൾ ആദ്യം പരിഗണിച്ചത് ഷഹീദായ ഹാഫിളീങ്ങളായ ശുഹദാക്കളെയാണ്. എടോ, നബിതങ്ങൾ ഹാഫിളാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാഫിള. അതാണ് ഖുർആൻ. ആ ഖുർആനിന്റെ മഹത്വം നമ്മൾ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഇവിടെ ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി അവൻ പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഇറങ്ങിപ്പോയി. പള്ളിയുടെ മുമ്പിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ബോള് പള്ളിപ്പറമ്പിലേക്ക് പോയി. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി, ഖബറാളി രക്ഷപ്പെട്ടു. അവൻ ഇറങ്ങിപ്പോയത് കാരണം ഖബറാളിയുടെ ശിക്ഷ അല്ലാഹു നിർത്തിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിൾ എന്ന് പറഞ്ഞാൽ അതാ. ഇവിടെ മരിച്ച് എത്ര കൊല്ലം കഴിഞ്ഞിട്ട്, നിങ്ങളുടെ നാട്ടിൽ ഹാഫിളായ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഖബർ മാന്തി നോക്കിക്കോ, ആ കഫൻ തുണി പോലും നശിച്ചിട്ടുണ്ടാകില്ല. ഒരു ഹാഫിളിന്റെ ശരീരം മണ്ണ് തിന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു കുട്ടിയുടെ ശരീരം മണ്ണ് തിന്നില്ലടോ. ഹാഫിളീങ്ങളാക്ക് ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണം. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണം. ഇന്നത്തെ മക്കൾ നോക്ക്, നമ്മൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നാളെ രാവിലെ നിങ്ങൾ പത്രം എടുക്കുമ്പോൾ ഒരു വാർത്ത കാണാം. 14 വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് വെട്ടിയ ഫോട്ടോ നാളെ രാവിലെ കാണാം പത്രത്തിൽ. 14 വയസ്സുള്ള ഒരു മകന് മൊബൈൽ കളിക്കാൻ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കോഴിക്കോട് നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടടോ. ഉമ്മയുടെ കഴുത്ത്, അല്ലാഹു ആ പാവത്തിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ. ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തുന്ന അവസ്ഥ. എന്തിന്? മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന കാലഘട്ടം. ഈ ഇരിക്കണ ഓരോ വാപ്പയോട് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ആഗ്രഹമില്ലേ വാപ്പ, നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എത്ര വലിയ ഭാഗ്യവാന്മാരാണോ നിങ്ങൾ. എന്റെ ഉമ്മമാര് ചിന്തിക്കേണ്ടത്, ഖുർആൻ പഠിച്ച ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് ദുആ ചെയ്ത അവന്റെ ദുആയിക്ക് ഉത്തരവുണ്ടുമ്മ. നിന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഒരു 10 മക്കൾ നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ വരൂല്ലേ മയ്യത്ത് നിസ്കരിക്കാൻ? ആ മക്കൾ നിങ്ങൾക്ക് ദുആ ചെയ്യില്ലേ? അതിനേക്കാളും വലിയ പുണ്യം നിങ്ങൾക്ക് എന്താ ഉള്ളേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിളീങ്ങൾ വേണം. നിങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥാപനം വേണം. 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുവാനും ജുബ്ബയും തൊപ്പിയും തലപ്പാവുള്ള മക്കൾ ഒന്നാമത്തെ സഫിൽ പള്ളിക്കകത്ത് നിൽക്കുന്നത് കാണാൻ ഒരു സന്തോഷമല്ലേ സഹോദര? നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ വരുമ്പോ ഓടി വന്നിട്ട് ആ മുത്തല്ലിമീങ്ങളോട് മക്കളെ ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യടാ എന്ന് പറയാനെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് വേണ്ട സഹോദര. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖുർആൻ അത് സാധാരണ ഒരു കാര്യമല്ല. അത് പഠിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല. നമ്മുടെ മക്കളെ നമ്മൾ ഹാഫിളീങ്ങളാക്കണം. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ വേണം സഹോദര. കാരണം ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഞാനത് പറയുന്നത് വെറുതെ അല്ല. ഒരു ഹാഫിളിന് 40 പേരെ കൊണ്ടുപോകാം. ശിഹാബ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ ഉസ്താദിനോട് അള്ളാഹു പറയും, നിനക്കിഷ്ടമുള്ള 40 പേരെ നീ പിടിച്ചോ. നിനക്ക് ആരെയാ കൊണ്ടുപോകണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുടോ, നിങ്ങൾ ഈ സ്ഥാപനം പണിയാൻ 1 സെന്റ് സ്ഥലം വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നിങ്ങൾ വീട് വെച്ചു. ആർക്കാ? നീ ഒരുപാട് വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ ശരീരത്ത് ഒരുപാട് സ്വർണമുണ്ട്. നീ മയ്യത്തായിട്ട് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ. നിങ്ങൾ ആരും മരിച്ചു ഖബറിലേക്ക് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ. ആർക്കാ വാരിക്കൂട്ടി വെച്ചിരിക്കുന്നത്? മക്കൾക്ക് വേണ്ടി. നമ്മൾ ആർക്ക് വേണ്ടി ഇത് മുഴുവനും കൂട്ടിവെച്ചിരിക്കുന്നു? നമ്മുടെ മക്കൾക്ക് വേണ്ടി. എന്നാ ഞാൻ ചോദിക്കട്ടെ, നീ മരിച്ചാലെങ്കിലും കുളിപ്പിക്കാനെങ്കിലും നിന്റെ മോൻ അറിയോ? നീ എന്താ ചിന്തിക്കാത്ത? എന്റെ ഉപ്പാനോട് ചോദിക്കുന്നു, ഇന്ന് രാത്രി നീ മരിച്ചുപോയി, നിന്റെ മയ്യത്ത് നാളെ കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ ഇത്രയും കാലം മോനെ മോനെ എന്ന് പറഞ്ഞു സൂക്ഷിച്ചു വെച്ച് കൊണ്ടു നടന്ന് നിന്റെ പൊന്നുമോന് നിന്നെ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെന്തിനാ വാപ്പ പൈസ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ശരീരത്ത് കിടക്കണ സ്വർണ്ണം ഊരിയെടുക്കാനുള്ള അടിയാ നടക്കുന്നത്, അല്ലാതെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവാനോ? ഒരു യാസീനോദാനെങ്കിലും മക്കളുണ്ടോ? പള്ളിയിൽ കൊണ്ടുപോകുമ്പോ ഖതീബിന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദേ എന്റെ ഉപ്പായിക്ക് ഞാൻ ഇമാമത്ത് നിൽക്കാമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മോനുണ്ടോ? പാപ്പാടെ ഖബറിന്റെ ചാരത്ത് വന്ന് യാസീനോദാൻ അറിയുന്ന ഒരു മകൻ നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണോ?
അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും ചെല്ലും. അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ, സ്വന്തം മക്കള്. എന്റെ ഉമ്മാനോട് ഞാൻ പറയുന്നു, ഉമ്മ, നീ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിന്റെ മക്കൾ അള്ളാഹിനോട് പറയും, പടച്ചവനെ എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കിടത്തിട്ട അല്ലാഹ്, ആ നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടെ റബ്ബേ, എന്റെ കാല് പൊള്ളുന്ന പടച്ചവനെ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കിടത്തി തന്ന ഞാൻ നെഞ്ചത്ത് കയറി ഒന്ന് നിൽക്കട്ടെ പടച്ചവനെ, എനിക്ക് വയ്യ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. നരകത്തെ കാണുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ എന്റെ വാപ്പാടെ നന്മ മുഴുവനും എനിക്ക് താ അല്ലാഹ്, എന്റെ തെറ്റ് മുഴുവനെ എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാനെ നരകത്തിൽ വലിച്ചെറിഞ്ഞു, എനിക്ക് സ്വർഗം താ അല്ലാഹ് എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ആരും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ഉമ്മയ്ക്ക് വേണ്ട, ഉപ്പയ്ക്ക് വേണ്ട, കൂടപ്പിറപ്പിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂട്ടുകാർക്ക് വേണ്ട, കുടുംബക്കാർക്ക് വേണ്ട, ഒരാള് പോലും നമ്മളെ കണ്ട പരിചയം കാണിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. അന്ന് നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് പറയുന്നു, വാപ്പാ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം, ഉമ്മച്ചി നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. നീ ചോദിക്കും, നീ ആരാടാ മോനെ? എടാ നീ ആരാ? നീ ഞാനും തമ്മിലുള്ള ബന്ധം എന്താ? നീ ഏത് കുടുംബത്തിലെയാ? എടാ എന്റെ വാപ്പയും ഉമ്മയും എന്റെ മക്കള് പോലും എന്നെ കൈയൊടിഞ്ഞ ദിവസം എനിക്ക് സ്വർഗം വാങ്ങിത്തരാൻ നീ ആരാടാ മോനെ? ആ സമയത്ത് ആ പൊന്നുമോൻ പറയും, മാ നിങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് താമസിക്കാൻ, ഞങ്ങൾക്ക് സ്ഥാപനം പണിയാൻ ഇത്തിരി സ്ഥലം വാങ്ങിത്തന്നത് നിങ്ങളല്ലേ ഉമ്മ? ഉമ്മച്ചി നിങ്ങളുടെ ശരീരത്ത് കിടന്ന സ്വർണ്ണമല്ലേ ഉമ്മ ഊരി തന്നെ? നിങ്ങളല്ലേ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നെ? നിങ്ങളല്ലേ ഉമ്മ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം തന്നെ? ഉപ്പ നിങ്ങൾ എന്നെ ഒരു സ്വന്തം മകനെ പോലെ സ്നേഹിച്ചില്ലേ ഉപ്പ? എനിക്കിന്ന് 40 പേരെ കൊണ്ടുപോകാം. അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഒരാള് നിങ്ങളാ വാപ്പ എന്ന് കൈപിടിക്കാൻ ഏതെങ്കിലും ഒരു ഹാഫിള് കാണും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരിക്കലും നഷ്ടമാകില്ലടോ, ഒരിക്കലും നഷ്ടമാകില്ല. നമ്മൾ വാരിക്കൂട്ടി വെച്ചിട്ടൊന്നും നേടാനില്ല. നിങ്ങളുടെ പരിസരത്താണ് എന്നും ജനാസ കിട്ടാത്ത എത്രയോ സഹോദരങ്ങൾ. എന്തെല്ലാം കാഴ്ചകളാണോ ഞാൻ കണ്ടടോ. 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ വഴുതിന് വന്നപ്പോ ഞാൻ പോയിരുന്നടോ. വല്ലാത്ത സങ്കടം. അള്ളാഹുവേ നീ അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. സർവ്വതും നഷ്ടപ്പെട്ടു പോയവരോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലം പറയാം. എന്താണ് പ്രതിഫലം? ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ